അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബം സാധാരണ അമേരിക്കക്കാരെ അപേക്ഷിച്ച് അതിവേഗം സമ്പന്നരാകുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ട്രംപുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ $2 ബില്യൺ വരുമാനം നേടിയിട്ടുണ്ട്. ഖത്തർ അദ്ദേഹത്തിന് $400 മില്യൺ വിലമതിക്കുന്ന ഒരു ആഡംബര ബോയിങ് 747 വിമാനം നൽകുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മറ്റ് പ്രസിഡന്റ് കുടുംബങ്ങൾ അവരുടെ ഭരണകാലത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് കുടുംബം പ്രസിഡന്റ് സ്ഥാനത്തെ വ്യക്തിപരമായ ലാഭത്തിനുള്ള ഉറവിടമാക്കി മാറ്റിയതായി വിലയിരുത്തൽ. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെയും സാമ്പത്തിക സ്ഥിതിയെയും കുറിച്ച് സംശയങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി ഇരട്ടിയായി ഏകദേശം $5.4 ബില്യൺ എത്തിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ട്രംപ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവും ട്രംപ് ബ്രാൻഡിന്റെ പ്രയോജനം നേടി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ട്രംപ് കുടുംബത്തിന്റെ സമ്പത്ത് വളർച്ചയ്ക്ക് പ്രധാന ഉറവിടങ്ങളിലൊന്ന് റിയൽ എസ്റ്റേറ്റ് ആണ്. ഖത്തർ $5.5 ബില്യൺ വിലമതിക്കുന്ന ഒരു ഹൈ എൻഡ് ഗോൾഫ് റിസോർട്ട് നിർമ്മിക്കാൻ ട്രംപിനെ സഹായിക്കുന്നു. ഇതിൽ ബീച്ചിനോട് ചേർന്നുള്ള ട്രംപ് ബ്രാൻഡഡ് വില്ലകളും 18 ഹോൾ ഗോൾഫ് കോഴ്സും ഉൾപ്പെടുന്നു. ഇത് ട്രംപ് ഓർഗനൈസേഷന്റെ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ വിദേശ പദ്ധതിയാണ്. UAEയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഹുസൈൻ സജ്വാനിയുടെ ദമാക് പ്രോപ്പർട്ടീസ് അമേരിക്കയിൽ ഡേറ്റാ സെന്ററുകൾക്കായി $20 ബില്യൺ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു. സെർബിയയിൽ ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനം നാറ്റോ ബോംബിട്ട ഒരു മുൻ സൈനിക ആസ്ഥാനം ആഡംബര സമുച്ചയമാക്കി മാറ്റുന്നു. 99 വർഷത്തെ പാട്ടക്കരാറിന്റെ ഭാഗമായി കോടിക്കണക്കിന് ഡോളറിന്റെ ഈ പദ്ധതിക്ക് സെർബിയൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒമാനിലെ ഒരു പദ്ധതിയിൽ ഹോട്ടൽ, വസതികൾ, ഗോൾഫ് കോഴ്സ് എന്നിവ ഉൾപ്പെടുന്നു. ജിദ്ദയിലെ ട്രംപ് ടവർ 2029 പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് $1 മില്യൺ നിക്ഷേപിക്കുന്നവർക്ക് സൗദി റെസിഡൻസി വാഗ്ദാനം ചെയ്യുന്നു. ക്രിപ്റ്റോ കറൻസി മറ്റൊരു പ്രധാന വരുമാന മാർഗമാണ്. ട്രംപ് കോയിൻ എന്ന ഡിജിറ്റൽ കറൻസി ട്രംപ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും ഡൊണാൾഡ് ട്രംപ് ജൂനിയർ നിയന്ത്രിക്കുന്നതുമാണ്. ഇതൊരു നിക്ഷേപമായി അവതരിപ്പിക്കുന്നില്ല, മറിച്ച് ചൂതാട്ടത്തിനുള്ള ഒരു മാർഗമായാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ട്രംപിന്റെ ക്രിപ്റ്റോ ആസ്തികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊത്തം സമ്പത്തിന്റെ 40% വരുന്നു, ഏകദേശം $2.9 ബില്യൺ. ഓരോ നാണയ വാങ്ങലിലും ട്രംപ് കുടുംബത്തിന് ഒരു വിഹിതം ലഭിക്കുന്നു. ട്രംപ് കോയിനോടൊപ്പം മെലാനിയ കോയിൻ എന്ന ടോക്കണും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അബുദാബി പിന്തുണയുള്ള MGX എന്ന സ്ഥാപനം വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൽ നിന്നുള്ള ഒരു സ്റ്റേബിൾ കോയിൻ ഉൽപ്പന്നത്തിനായി $2 ബില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വാഷിംഗ്ടണിൽ ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ക്ലബ്ബും ട്രംപ് കുടുംബത്തിന്റെ വരുമാനത്തിന് കാരണമാകുന്നു. ജോർജ് ടൗണിലെ ഒരു ഷോപ്പിംഗ് മാളിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ലബിന്റെ പ്രവേശന ഫീസ് $5 ലക്ഷം വരെയാണ്. ഏകദേശം 200 പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ ഈ ക്ലബിൽ ലോബിയിസ്റ്റുകൾ, ടെക് വ്യവസായ പ്രമുഖർ, വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ എന്നിവർ അംഗങ്ങളാകാൻ സാധ്യതയുണ്ട്. ഖത്തറിൽ നിന്നുള്ള $400 ബില്യൺ ബോയിങ് 747 വിമാനം താൽക്കാലിക എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കും. പിന്നീട് ഇത് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറിക്ക് കൈമാറും. മെലാനിയ ട്രംപിന്റെ ഡോക്യുമെന്ററിയുടെ അവകാശത്തിനായി ആമസോൺ $40 മില്യൺ നൽകി. സൗദി പിന്തുണയുള്ള LIV ഗോൾഫ് ലീഗ് ഫ്ലോറിഡയിലെ ട്രംപ് നാഷണൽ ഡോറലിൽ നടത്തിയ ഒരു ഇവന്റും കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം നൽകി. ന്യൂയോർക്കിലെ $454 മില്യൺ തട്ടിപ്പ് പിഴയിൽ നിന്ന് ട്രംപിനെ രക്ഷിച്ചത് കോടതി വ്യവഹാരങ്ങളിലെ വൈകലാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ബോണ്ട് കുറയ്ക്കാൻ അപ്പീൽ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ അത് $175 മില്യൺ കുറച്ചു. ഇത് അദ്ദേഹത്തിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് തടഞ്ഞു. സെർബിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാരുകളുമായുള്ള ബിസിനസ് ഇടപാടുകൾ ശ്രദ്ധേയമാണ്. ട്രംപിന്റെ മക്കൾ കമ്പനികളുടെ ചുമതല വഹിക്കുന്നതിനാൽ താൽപര്യ വൈരുദ്ധ്യമില്ലെന്ന് വൈറ്റ് ഹൗസ് വാദിക്കുന്നു. എന്നിരുന്നാലും ഈ ഇടപാടുകളിൽ നിന്ന് ട്രംപ് കുടുംബം ഗണ്യമായ വരുമാനം നേടുന്നു. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ട്രംപ് കുടുംബം എന്നത്തെക്കാളും സമ്പന്നരാകാൻ സാധ്യതയുണ്ട്.